ഹായ് മൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത് AMS Trex എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേറ്ററിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കണ്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ഫീൽഡിൽ വന്നിരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കാണുന്ന 475 എന്ന് പറയുന്ന കാർഡ് കമ്മ്യൂണിക്കേറ്റർ. ഇതിന് മുമ്പ് 375 ഉണ്ടായിരുന്നു, അതിനുശേഷം 475 ആയി. ഇതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ ഇരിക്കുന്ന AMS Trex എന്ന് പറയുന്ന ഈ ഡിവൈസ്. അപ്പം ഇതിനെക്കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളും 475 ആയിട്ട് ഉള്ള ഒരു കമ്പാരിസണും ഒക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഈ വീഡിയോയിൽ പറയാം. അപ്പം ഈ 475 വളരെ നമുക്കോട് മാറ്റി വെക്കാം. നമുക്ക് AMS അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഓപ്പൺ ചെയ്തു ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അത് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പം ഈ AMSും പുതിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ അതിനെക്കുറിച്ച് ഞാൻ 475 നമ്മൾ ഈ പുതിയ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കമ്പാരിസൺ നോക്കാം. ബോക്സിനകത്ത് 2 CD ഉണ്ട്. അത് AMS ഡിവൈസ് കമ്മ്യൂണിക്കേറ്ററിൻ്റെ സോഫ്റ്റ്വെയർ CD ആണ്, വേർഷൻ 1.3. 2 CD സെയിം തന്നെയാണ്, ഒരേ CD ആണ്. പിന്നെ 3 കണക്റ്റിംഗ് ലീഡ്സുകളുണ്ട്. കണക്റ്റിംഗ് ലീഡ്സുകൾ 1, 2, 3 കണക്റ്റിംഗ് ലീഡ്സുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ദെൻ അത് നമുക്ക് അവിടെ വെക്കാം, ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അതിനകത്തെല്ലാം ഉണ്ട്, ലീഡ്സും ക്ലിപ്പും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെയുണ്ട്. ക്രോക്കഡൈൽ ക്ലിപ്പ് എല്ലാം അതിനകത്തുണ്ട്. 1.3 റിവിഷൻ, 2 CD. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഈ AMS ഡിവൈസ് നമുക്ക് ആക്റ്റീവ് ചെയ്യാനായിട്ട്. അതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് AMS Trex ഡിവൈസ് കമ്മ്യൂണിക്കേറ്ററിൻ്റെ സോഫ്റ്റ്വെയർ CDs ആണ്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ദെൻ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ ഗൈഡ് ഉണ്ട്. AMS Trex എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ആദ്യം നമുക്ക് ഈ AMS ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് അവരുടെ AMSൻ്റെ സോഫ്റ്റ്വെയറുമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളായിരിക്കണം 1.3 റിവിഷൻ്റെ അപ്ഗ്രേഡ് CD, ഡിവൈസ് മാനേജർ CD നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പിൽ നമ്മളെ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റർ, അതായത് 470 നമ്മളെ ട്രെക്സ് നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കേബിൾ നമ്മളെ നോർമൽ കേബിൾ തന്നെയാണ്. അതിനുശേഷം 4 അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ ഡിവൈസ് മാനേജർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെ കണക്റ്റഡായ ട്രെക്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് ഇനി ഏതെങ്കിലും അപ്ഡേഷൻസോ സോഫ്റ്റ്വെയർ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ ആ ബോക്സിലുള്ളത് മാനുവലാണ്, AMS Trexൻ്റെ മാനുവലാണ്. ഇതിനകത്ത് കുറേ ലാംഗ്വേജുകളുണ്ട്. ഇംഗ്ലീഷ് നമുക്കത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഡച്ച്, ഫ്രഞ്ചുകാർക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ, ചൈനീസ്, കൊറിയ, പോളണ്ട്, പോർച്ചുഗൽ, അങ്ങനെ പലരുടെയും സ്വീഡിഷ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പലരുടെയും ലാംഗ്വേജുകൾ അതിനകത്തുണ്ട്. ഇത്ര വലിയൊരു ബുക്കാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബുക്കിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ളിരുന്ന് വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബുക്കിൽ ചെക്ക് ചെയ്താൽ മതി എന്നാണ് അവർ പറയണത്. ഓക്കെ, അപ്പോൾ ബോക്സിനകത്തുള്ള എല്ലാം നമ്മൾ കണ്ടു. വേറെ ഒന്നുമില്ല ബോക്സിനകത്ത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തിരിച്ച് ബോക്സിനകത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളെ ട്രെക്സിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പം കണക്റ്റിംഗ് ലീഡ്, അതിൻ്റെ സ്റ്റാർട്ടർ ഗൈഡ്, CDs എല്ലാം നമുക്ക് 3 ലീഡ്സ് ഉണ്ടായിരുന്നു, കണക്റ്റിംഗ് ലീഡുകൾ. ഓക്കെ, അതിനകത്ത് വെച്ചു. ഇനി നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ആ ബ്ലാക്ക് കവറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്തൊരു പ്ലഗ് ഉണ്ട്, സ്ക്വയർ ടൈപ്പ് പ്ലഗ്. ഓക്കെ, വേറെ കുറേ പ്ലഗുകൾ ഇതിനകത്തുണ്ട്.
അങ്ങനെ ഓരോ കൺട്രിയുടെ അനുസരിച്ചുള്ള യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് പ്ലഗുകളാണ് അതെല്ലാം. നമ്മുടെ റൗണ്ട് പ്ലഗ് എല്ലാം ഒരു 3-4 കുറച്ച് പ്ലഗുകളുണ്ട്. ഇത് നമുക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലീഡാണ്, ഒരു കണക്റ്റിംഗ് പ്ലഗാണ്. ഇതിവിടെ ഇരിക്കട്ടെ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഹാങ് ചെയ്യാനുള്ള അതിൻ്റെ സ്ട്രാപ്പുകൾ, പിന്നെ ഇത് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ആ സിസ്റ്റവുമായിട്ട് നമുക്ക് നമ്മളെ AMS Trex ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കണക്ട് ചെയ്യാനുള്ള USB കേബിൾ ആണത്. അത് കറക്റ്റ് നമ്മളെ മൊബൈൽ ചാർജറില്ലേ അതിൻ്റെ സെയിം പ്ലഗ് തന്നെയത്. അപ്പോൾ നമുക്ക് ഇത് ഒരു പക്ഷേ ഉണ്ടായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മളെ മൊബൈൽ ചാർജറിൻ്റെ പ്ലഗ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടി ഇരിക്കട്ടെ. ഓക്കെ, അതിനകത്ത് വേറൊന്നുമില്ല ആ ബോക്സും കവറിൽ. ഓക്കെ, ഇതെല്ലാം നമുക്കൊരു സൈഡിലോട്ട് വെക്കാം. ഇത് അറിയാമല്ലോ, ഇത് ഹാങ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു സ്പെയർ. ശരി, ഇനി ഇതിൻ്റെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് നമുക്ക് ഓപ്പൺ ആക്കിയാൽ അതിനകത്ത് എന്തായിരിക്കുന്നതെന്ന് നോക്കാം. അതിനകത്ത് അതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. അപ്പം കണ്ടോ, ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ആ അഡാപ്റ്റർ പ്ലഗാണ്. അഡാപ്റ്ററും അതിൻ്റെ പ്ലഗ് നമുക്ക് ഏതാണോ നമ്മളെ ഇവിടെ യൂസ് ചെയ്യുന്നത് ആ പ്ലഗ് നമുക്കിവിടെ സ്ക്വയർ ടൈപ്പാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ ടൈപ്പ് പ്ലഗ് എടുത്ത് ആ അഡാപ്റ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്യുന്നത്. ഈ സൈഡിൽ രണ്ടിലും നോച്ചുണ്ട്, അതേപോലെ അഡാപ്റ്ററിൽ നോച്ചുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് കണക്റ്റ് ആവും. ഓക്കെ, ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പിലേക്ക് ചെന്ന് വീഴും, അത് കണക്റ്റ് ആവും. ഈ അഡാപ്റ്റർ 230 ആണ്. അപ്പം ഇനി നമുക്ക് പ്ലഗ് അഡാപ്റ്റർ വേറെ സെറ്റപ്പുകളൊന്നുമില്ല. ഇത് ഡയറക്റ്റ് 230 സപ്ലൈയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ AMSൽ കുത്തി ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ടൊന്ന് ഒതുക്കി വെക്കാം. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പരിമിതി ഉണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മളുടെ AMS Trex എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. സിംഗിൾ ഹാൻഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാണ് AMS Trex. ഇനി ഇതിൻ്റെ കവർ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റട്ടെ. ഇതാണ് AMS Trex എന്ന് പറയുന്നത് നമ്മുടെ എമേഴ്സിൻ്റെ ഏറ്റവും പുതിയ കമ്മ്യൂണിക്കേറ്റർ. അപ്പം നിങ്ങൾ കുറേ പേരൊക്കെ ഇത് ഫീൽഡിൽ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് പുതുതായിട്ട് കാണുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു ഡിസ്പ്ലേ ആണ്, കാണാൻ സിമ്പിളാണ്. വലിയൊരു ഡിസ്പ്ലേ ഉണ്ട് ഇതിന്. 475 വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഡിസ്പ്ലേ ആണ് AMS Trexനുള്ളത്. പിന്നെ ഇതിൻ്റെ മെനു സ്വിച്ച് എന്ന് പറയുന്നത് സിംഗിൾ മെനു, ഒരു എസ് ഓർ നോ ബട്ടണേ ഉള്ളൂ. നമ്മൾ 475 കണ്ടോ, 475 വെച്ച് നോക്കുമ്പോൾ കുറേ സ്വിച്ചുകൾ കുറേ ഉണ്ട്. അതിന് നമ്മൾ പിന്നെ ചെറിയ ഡിസ്പ്ലേ ആണ്. AMSന് വലിയൊരു ഡിസ്പ്ലേ ആണുള്ളത്. പിന്നെ മെനു സ്വിച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, ചെറിയ 2-3 സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ഹെവിയാണ്. 475 വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. 475 വളരെ സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ ആയിരിക്കും ഇതിൻ്റെ ഒരു വെയിറ്റ് കൂടുതൽ. ഇനി നമുക്കിതിൻ്റെ സൈഡുകളിലൊക്കെ എന്തൊക്കെ പോർട്ടുകളുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, കുറേ പോർട്ടുകളുണ്ട്. നമ്മളെ ലീഡ് കണക്ട് ചെയ്യാനുള്ള കുറേ പോർട്ടുകളുണ്ട്. അത് കാണുന്നുണ്ടോ നിങ്ങൾ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഒരു ഹാർട്ട് പ്ലസ് പവർ, ഒരു മില്ലി ആംസ്, ഒരു എഫ് വിത്ത് പവർ. ഇത്രയും പോർട്ടുകളാണ് ഇതിനകത്തുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ ഒന്നും കൂടെ പറയാം. കാണുന്നുണ്ടോ? ഇത് ഹാർട്ട് പോർട്ട്, ഇത് ഹാർട്ട് പ്ലസ് പവർ, ഇത് മില്ലി ആംസ്, ഇത് എഫ് വിത്ത് പവർ. ഇത്രയും പോർട്ടുകളാണ് ഇതിൻ്റെ ടോപ്പിലുള്ളത്. അപ്പോൾ ടോപ്പിൽ ഇനി വേറൊരു പോർട്ടും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, അത് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ USB പോർട്ടാണത്. എല്ലാം കവേർഡാണ്.
ഇനി ഈ സൈഡിലായിട്ട് ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പവർ ബട്ടൺ, താഴേക്ക് വരുമ്പോൾ ഒരു നമ്മളെ ചാർജർ ചെയ്യാനുള്ള പോർട്ടാണ്, നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. അല്ല നല്ല കവർ ചെയ്തിട്ടാണ് ഒരു വെച്ചേക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ ലാസ്റ്റ് ലൈൻഡിലായിട്ട് നോക്കി ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന ഒരു പോർട്ടുണ്ട്. അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വളരെ ടൈറ്റായിട്ടാണത് ഒരു വെച്ചേക്കണേ. സിംഗിൾ ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യൂസ് ചെയ്യാൻ. ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്. നോക്കിയാൽ അതിനകത്ത് മെമ്മറി സ്ലോട്ട് ഒന്നുമില്ല, എം ടി ആണ് സ്പേസ്. ഓക്കെ, അത് നമുക്ക് അവിടെ വെക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്വിച്ച് കാണുന്നുണ്ട്, കണ്ടോ? ഈ സ്വിച്ച് എക്സ്റ്റേണലി അതിൻ്റെ ബാറ്ററി പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. അപ്പോൾ അവിടെ ഒരു ലൈറ്റ്, സിംഗിൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 1 2 3 4 5 6 ലൈറ്റ്സ് LED ലൈറ്റ് ഉണ്ട് അവിടെ. എക്സ്റ്റേണലി അതിൻ്റെ ബാറ്ററി പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓണാക്കാം. അപ്പോൾ ഈ പവർ ബട്ടൺ കണ്ടു. പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. AMS എന്ന് പറഞ്ഞാൽ അവരുടെ എംബ്ലം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും ഒന്ന് ഓണായി വരാൻ. മിക്കവാറും ഇപ്പം ഫീൽഡുകളിലൊക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. ട്രെക്സും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് ഓണായി വന്നു. ഇപ്പോൾ അത് ഓണായി. ആമസോൺ ലോഡാവുന്നുണ്ട്, എന്തോ ഒരു പ്രോഗ്രാം ലോഡാവുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓണായി വന്നു കഴിഞ്ഞു. കുറേ മെനൂസൊക്കെ എൻ്റെ ഫ്രണ്ടിൽ വന്നു. എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, മെനു കാണുന്നുണ്ട് നിങ്ങൾ. ഒരു ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ മെനു ഉണ്ട്, ഒരു ഫീൽഡ് ബസ്, ലൂപ്പ് ഡയഗ്നോസ്റ്റിക് കാണുന്നുണ്ടോ? സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ട്രെക്സ് ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്, ഒരു വാൽവ് ലിങ്ക് മൊബൈൽ ഓപ്ഷൻ ഉണ്ട്. അതിന് താഴത്തായിട്ട് വയർലെസ് ഹാറ്റിൻ്റെ ഒരു ഫങ്ഷനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ട്രെക്സിൻ്റെ മെയിൻ മെനുവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, വിഷ്വലി നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഹാർട്ട് കുറച്ച് വെച്ച് നോക്കുമ്പോൾ രണ്ട് മോഡലാണ്. ഹാർട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് പഴകി നമുക്കറിയാം. ട്രെക്സ് പുതിയതാണ്. അപ്പോൾ അവരുടെ തന്നെ വളരെ വ്യത്യാസങ്ങളൊന്നും വലുതായിട്ടില്ല. രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ലൂപ്പ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമ്മൾ മെയിനായിട്ട് നമുക്ക് ട്രെക്സ് കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് യൂസ് ചെയ്യുന്നിടത്ത് നമുക്കൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണം. ട്രെക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇല്ലെങ്കിലും നമുക്ക് ട്രെക്സ് ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലൂപ്പ് കാലിബ്രേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഹാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എന്തോരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ ഈ ട്രെക്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. ട്രെക്സ് വെച്ച് നമ്മൾ ഒരു ഫീൽഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് പവർ സപ്ലൈ ഇല്ലെങ്കിലും നമുക്ക് ട്രെക്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രെക്സിൻ്റെ വലിയൊരു ഗുണം. അത് പവർ സപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡിൽ യൂസ്ഫുള്ളാണ്. എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കാനോ കാലിബ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ട്രെക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ അല്ലെങ്കിൽ ഒരു ലൂപ്പ് കാലിബ്രേറ്റർ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഡിസ്പ്ലേയിൽ വെട്ടം അടിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി ട്രെക്സിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, ട്രെക്സ് എങ്ങനെയാണ് ഫീൽഡിൽ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറയാം. അപ്പം അതിൽ ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നെങ്കിൽ നമ്മൾ ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫീൽഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ലോഡാവുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, ലോഡായി. അപ്പം അടുത്ത ഇൻഡിക്കേഷൻ വന്നു, കണക്ട് ലീഡ് ഓർ സെലക്ട് ബിലോ ദ
ബിലോ ടു കണ്ടിന്യൂ. അപ്പം ഹാർട്ട് ഇൻസ്ട്രുമെൻ്റാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ബസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടണം. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഹാർട്ടിലെ പോലെ തന്നെ ഓപ്ഷൻ, 475 പോലെ ഓപ്ഷൻ. അപ്പോൾ ഹാർട്ട് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഹാർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചോദിക്കുന്നു പവർ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വിത്ത് പവർ ആണോ വിത്തൗട്ട് പവർ ആണോ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ വിത്തൗട്ട് പവർ ആണെങ്കിൽ നോ കൊടുക്കുക. വിത്ത് പവറാണ് വേണ്ടതെങ്കിൽ നമ്മൾ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഫുള്ള് ടച്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ എസ് എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത ഡിസ്പ്ലേ വരും, പ്രൊവൈഡ് പവർ ടു എ ട്രാൻസ്മിറ്റർ ഓർ പൊസിഷണർ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്ററാണ് ഫീൽഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അടുത്ത ഡിസ്പ്ലേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ അത് കണക്റ്റായിട്ട് ട്രാൻസ്മിറ്റർ ഡീറ്റെയിൽസ് വരും. ഇതിപ്പം കണ്ടോ, നമുക്ക് നമ്മൾ ചെയ്തത് റോങ് ആണോ എന്ന് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഡൗട്ട്. അതാണ് ആ ഒരു ഗ്രീൻ ഇട്ടൊരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ നമുക്ക് തന്നേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാറ്റി ഏതെങ്കിലും പോർട്ടിലാണോ നമ്മൾ ലീഡ് കണക്ട് ചെയ്തേക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു റോങ് ഇൻഫർമേഷൻ വന്നത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ആ ഗ്രീൻ എന്ന് പറയുന്ന പോർട്ടിലാണ് നമ്മൾ വിത്ത് പവറായിട്ടുള്ള നമ്മൾ ലീഡ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇത് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇട്ട് തരാം. കാര്യം ഈ വീഡിയോ തന്നെ കുറേ ലോങ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ട്രെക്സ് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണിച്ചു.